ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം എന്തൊക്കെ പ്രധാന സംഭവങ്ങൾ നടന്നു എന്ന് നോക്കാം. വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക്, ഏപ്രിൽ 28. ഇന്ന് വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്കാണ്. മൾട്ടിലാറ്ററൽ എയർ കോമ്പാക്ട് എക്സസൈസ് ആയ പിച്ച് ബ്ലാക്ക് 2020 ക്യാൻസൽ ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയ ക്യാൻസൽ ചെയ്ത മൾട്ടിലാറ്ററൽ എയർ കോമ്പാക്ട് എക്സസൈസ് ആണ് പിച്ച് ബ്ലാക്ക് 2020. 2020 ഏപ്രിലിൽ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആര്? തരുൺ ബജാജ് ആണ് ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറിയായി നിയമിതനായത്. കോവിഡ്-19 രോഗികൾക്കായി പ്ലാസ്മ തെറാപ്പി വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രി ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് പ്ലാസ്മ തെറാപ്പി വിജയകരമായി പരീക്ഷിച്ചത്. അടുത്ത ചോദ്യം, നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് വീടുകളിൽ മാസ്ക് നിർമ്മിച്ച് വരുമാനം കണ്ടെത്തുന്നതിനായി ജീവൻ ശക്തി യോജന ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശാണ് ജീവൻ ശക്തി യോജന എന്ന സ്കീം ആരംഭിച്ചത്. 2020 ലോക ഭൗതിക സ്വത്തവകാശ ദിനത്തിന്റെ പ്രമേയം ഇന്നവേറ്റ് ഫോർ എ ഗ്രീൻ ഫ്യൂച്ചർ. ലോക ഭൗതിക സ്വത്തവകാശം എന്ന് പറഞ്ഞ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആണ്. അതിന്റെ തീം ആയിരുന്നു ഇന്നവേറ്റ് ഫോർ എ ഗ്രീൻ ഫ്യൂച്ചർ. അടുത്ത ചോദ്യം, സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായി പ്രദേശങ്ങളെ സാനിറ്റൈസ് ചെയ്യാൻ ഡ്രോണുകളെ ഏർപ്പെടുത്തിയ സിറ്റി വാരണാസി. ഇപ്പൊ വാരണാസിയാണ് ഡ്രോണുകളെ ഏർപ്പെടുത്തിയത് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട്. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി പ്രതീക്ഷ. അപ്പൊ പ്രതീക്ഷ എന്ന പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. അത് കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. 18 വയസ്സിന് താഴെയുള്ളവരുടെ വധശിക്ഷ നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? സൗദി അറേബ്യയാണ്. അപ്പൊ സൗദി അറേബ്യയാണ് 18 വയസ്സിന് താഴെയുള്ളവരുടെ വധശിക്ഷ നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം. അടുത്ത ചോദ്യം, 3 വർഷത്തേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വിലക്കേർപ്പെടുത്തിയ ക്രിക്കറ്റർ ആരാണ്? ഉമർ അക്മൽ ആണ്. ഉമർ അക്മലിനാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് 3 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. കോവിഡ്-19 മഹാമാരി പ്രമേയമാക്കി എമർജൻസ് എന്ന സിനിമ പുറത്തിറക്കുന്ന സംവിധായകൻ ആര്? ആനന്ദ് ഗാന്ധി. അപ്പം ആനന്ദ് ഗാന്ധിയുടെ ഫിലിമാണ് എമർജൻസ്. അതിന്റെ തീം കോവിഡ്-19 ആണ്. 2020 ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മൈ ബുക്ക് മൈ ഫ്രണ്ട്. അപ്പം മൈ ബുക്ക് മൈ ഫ്രണ്ട് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയമാണ്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന തദ്ദേശവാസികൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനായി സ്നേഹസ്പർശം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അപ്പോൾ പശ്ചിമ ബംഗാളിന്റെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി IIT ബോംബെ വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ പേരെന്ത്? രുദ്ധാർ എന്നാണ്. അപ്പൊ രുദ്ധാർ എന്ന മെക്കാനിക്കൽ വെന്റിലേറ്റർ, ചിലവ് കുറഞ്ഞ മെക്കാനിക്കൽ വെന്റിലേറ്റർ വികസിപ്പിച്ചത് IIT ബോംബെ ആണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2019 പ്രതിരോധ മേഖലയിൽ ഏറ്റവും അധികം പണം ചെലവഴിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് ഉള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1-ാം സ്ഥാനം അമേരിക്ക, 2-ാം സ്ഥാനം ചൈന. ഒറ്റയ്ക്ക് ജീവിക്കുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം എന്തൊക്കെ പ്രധാന സംഭവങ്ങൾ